ഹലോ, നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡ് പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ നവീൻ്റെ ഉള്ളിൽ നമ്മുടെ നന്ദുവിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ആ ഇഷ്ടമൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സമയമാകുമ്പോൾ അത് പറയാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മുടെ നമ്മുടെ നയനയ്ക്ക് കുഞ്ഞാവ് ഉണ്ടാകാൻ പോകുന്നു, ആദർശൻ്റെ നയനയ്ക്ക് കുഞ്ഞാവ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയൊക്കെ നവീൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് അതിന് സ്വീറ്റ്സൊക്കെ കൊടുക്കാൻ വന്ന സമയത്ത് നമ്മുടെ നവീൻ പറയുന്നുണ്ട്, എടാ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നും ഞാനത് സമയമാകുമ്പോൾ പറയാം, നിനക്കറിയാവുന്ന കുട്ടിയൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അനി ചോദിക്കുന്നുണ്ട്, എടാ ആരാന്നൊന്ന് പറഞ്ഞൂടേന്ന് ഒക്കെ പറയാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അനി പറയുന്നുണ്ട്, എടാ നാളെ കുടുംബ കോടതിയിൽ നമുക്ക് കേസാണ്, അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നവീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവീൻ പറയുന്നത്, നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, നീ അങ്ങ് ചെന്നാൽ മതി. കാരണം എന്ന് വെച്ചാൽ എല്ലാം അവർക്കെതിരെയാണ് അല്ലേ. നമ്മുടെ അനാമികയ്ക്ക് മാനസിക നില ശരിയല്ല, പിന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ലേഡിയായിരുന്നു, പിന്നെ ഒരു കുഞ്ഞ് ഇതിനു മുന്നേ അബോഷനായി പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അനാമിക എന്തുകൊണ്ടും കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒത്തിരി നീണ്ടൊന്നും പോകത്തില്ല, നീ പേടിക്കേണ്ട, എന്തായാലും കേസ് ചിലപ്പോൾ നാളെ തന്നെ നിനക്കൊരു തീരുമാനം കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നുണ്ട്, ഓ അങ്ങനെ ആയിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ മൂർത്തി ജുവലേഴ്സിൽ ഇത് കുറേ കാലം മുന്നേ ഒരു കേസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അനധികൃതമായി കള്ളക്കടത്ത് രീതിയിൽ കുറച്ച് സ്വർണം എത്തുകയും ആ സ്വർണം മൂർത്തി ജുവലേഴ്സിൻ്റെ ലേബലിൽ ഒരുപാട് വിറ്റഴിച്ചൊക്കെ ചെയ്ത് അതിനെ സംബന്ധിച്ചൊരു കേസ്, പക്ഷേ അതന്ന് ക്ലോസ് ചെയ്ത് വെച്ചു. പക്ഷേ അത് ഇപ്പോൾ വീണ്ടും ആ കേസ് ഒന്നും കൂടെ റീ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ അന്വേഷണം സംബന്ധിച്ച് നമ്മുടെ നന്ദു ആണ് ചാർജ് എടുത്തേക്കുന്നത്. അപ്പം നന്ദു ആ കേസ് മൂർത്തി ജുവലേഴ്സിൻ്റെ ആയതുകൊണ്ട് മാത്രം അത് ഒന്നും കൂടെ നല്ല രീതിയിൽ അതൊന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അങ്ങനെ കേസ് സംബന്ധമായിട്ട് നമ്മുടെ നന്ദു പല രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അനിയെ കണ്ട സമയത്ത് നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അനി ഇങ്ങനെ നമ്മൾ ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷണത്തിനായിട്ട് വരുന്നുണ്ട്, നിനക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് നന്ദുവിനോട് അനി പറയുന്നുണ്ട്. സത്യമായ രീതിയിൽ എല്ലാം തെളിഞ്ഞ് വരട്ടെ എന്നും നമ്മുടെ അനി പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്, നിൻ്റെ വീട്ടിലുള്ള ഒരുത്തനുണ്ടല്ലോ അബി, അവൻ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ അനിയും പറയുന്നുണ്ട്, അങ്ങനത്തെ എന്ത് തരത്തിലുള്ള കേസുകളും അത് നമ്മുടെ ജ്വല്ലറിക്കകത്താണെങ്കിലും ഇതുപോലെയുള്ള കള്ളന്മാരുണ്ടെങ്കിൽ സകലതിനെയും പിടിച്ച് പൊക്കണമെന്നുള്ളത്, പുറത്ത് കൊണ്ടുവരണമെന്നുള്ളതുമാണ് അനിയും പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ നന്ദു ആദർശിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് ജ്വല്ലറിയിൽ. അങ്ങനെ ആദർശും കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അവിടുത്തെ വിശ്വസ്തനായ ഒരു പണിക്കാരനുണ്ട്, സ്വർണ്ണപ്പണിക്കാരനാണ്, അപ്പോൾ അയാളെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദർശം പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ് നന്ദു, വലിയ കുഴപ്പമൊന്നും ആളല്ല, സത്യസന്ധനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായിക്കോട്ടെ ആദർശേട്ടാ, എങ്കിലും ഒന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം, അതിനെന്താണ് നീ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് അയാളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നന്ദുവിനെ കണ്ടപ്പം തൊട്ട് അയാൾ ഒരു പരിങ്ങലൊക്കെ ഇടും. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താണ് ഏട്ടാ എന്നെ കണ്ടപ്പോൾ തൊട്ട് ഒരു പരിങ്ങലൊക്കെ? അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, തനിക്ക് മാത്രമാണോ ജോലി, വൈഫിന് ജോലിയുണ്ടോ, കുട്ടികളൊക്കെ എത്ര? അപ്പോൾ 2 മക്കളാണ്, വൈഫിന് ജോലിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൊല്ലത്തിനിടയിൽ വൈഫിൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുടെ കളിയാണല്ലോ വന്നേക്കണത്, അതൊക്കെ എവിടെ നിന്നാ? അത് ചിട്ടി പിടിച്ചിട്ടൊക്കെ വന്നേക്കണെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ഫുൾ ഡീറ്റെയിൽസ് തപ്പിയെടുത്തിട്ടാണ് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്തായാലും ശരി, എനിക്കത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. പിന്നെ അനധികൃതമായിട്ട് കുറച്ച് സ്വർണ്ണങ്ങൾ ഇവിടെ വന്നു, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. അപ്പോൾ അയാളിങ്ങനെ കിടന്ന് തപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ അയാൾ നല്ലപോലെ എന്തോ കള്ളത്തനം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ആ ഒരു പരിങ്ങൽ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഈ കേസ് സംബന്ധിച്ച് ചേട്ടനെ ഞാൻ വീണ്ടും ഒന്നും കൂടെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും, അപ്പോൾ അന്നേരം കാണാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് തോളത്ത് 2 തട്ടൊക്കെ കൊടുത്തിട്ടാണ് നന്ദു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നന്ദു സ്റ്റേഷനിൽ ചെന്നിട്ട് നന്ദുവിന് വിശ്വസ്തമായിട്ട് ഒരു സ്റ്റാഫുണ്ട് അവിടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് കോൾ ഷീറ്റൊക്കെ എടുക്കാൻ പറയുന്നു കുറേ പേരുടെ, അതായത് നമ്മുടെ അബിയുടേത്, പിന്നെ അങ്ങനെ അല്ലാണ്ട് കുറേ പേര് കോൾ ഷീറ്റൊക്കെ എടുക്കണം. അങ്ങനെ അവരുടെ കോൾ ഷീറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ കുറേ ആൾക്കാരുടെ സംശയങ്ങളുണ്ട്, ആ ജ്വല്ലറിയായിട്ട് ബന്ധപ്പെട്ടതും ഈ സ്വർണം കടയിൽ എത്തിച്ചു കൊടുക്കുന്ന
വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ബിനാമികൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ടുള്ളൊക്കെ കുറേ നമ്പറൊക്കെ കിട്ടണം. അപ്പോൾ അത് ആയിട്ട് സംബന്ധപ്പെട്ട് ഒരു ആളെ നന്ദു അറസ്റ്റ് ചെയ്യണം. അങ്ങനെ അയാൾക്ക് ഈ സ്വർണ്ണ കടകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നന്ദു പറഞ്ഞു, എന്തായാലും ചേട്ടാ എന്തായാലും നമ്മളെ കൂടെ വരിക, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദു അയാളെ കൊണ്ടുപോവാണ്. അതിനെ തുടർന്ന് അയാളെ കൊണ്ടുപോയി നല്ല രീതിയിൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നല്ല ഒന്ന് രണ്ട് കുത്തൊക്കെ കൊച്ച് കൊടുക്കുന്നുണ്ട് അയാൾക്ക്. അവസാനം അയാൾക്കറിയാം എന്തായാലും തനിക്ക് ഇവിടെ ഇനി പിടിച്ച് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പറയേണ്ടി വരും. അങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ സൗണ്ടിൽ അവർ കാണിക്കുന്നില്ല, ജസ്റ്റ് പറയുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ പ്രൊമോയിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ മൂർത്തി ജുവലേഴ്സിൽ ആ സ്വർണ്ണപ്പണിക്കാരൻ അപ്പം തന്നെ നമ്മുടെ അബിയെ പോയി കാണുകയാണ്. അബിയെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സാറേ ഇന്നതുപോലെയാണ്, ഇങ്ങനെ കേസ് അന്വേഷണം വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും വിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ അബി പറയുന്നുണ്ട്, താൻ എന്തായാലും ഒന്നും വിട്ട് പറയാതിരുന്നത് നന്നായി, താൻ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക, എന്തായാലും കേസ് വരുന്നിടം വെച്ച് വരട്ടെ, ഇത് ക്ലോസ് ചെയ്ത കേസാണല്ലോ, പിന്നെ എന്താണ് അത് മൂർത്തി സാർ ഉൾപ്പെടെ ഈ കേസ് ഒന്നും കൂടെ റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പണിക്കാരൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആകെ ആദർശിനൊരു അബിക്കൊരു ടെൻഷൻ ആവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അബി ഇതിൻ്റെ ഇതിലായിട്ട് നിന്ന ആളാണ്, കള്ളത്തരങ്ങൾ ചെയ്യാനും അവിടെ ഒരു മോഷണം നടത്തിയതും ഒക്കെ ഈ അബി എല്ലാം മുൻകൈ എടുത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നന്ദു പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്ദു മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനന്തപുരി തറവാടാണ്. നമ്മുടെ നയനേനെ നമ്മുടെ ദേവയാനിയും മുത്തശ്ശിയൊക്കെ പരിചരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പഴംപൊരി ഉണ്ടാക്കണോ, നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കണോ, അങ്ങനെ എല്ലാം. അപ്പോൾ നയന അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദുമോള് ഓടി ചെന്നിട്ട് ചന്തുമോള് ചെന്നിട്ട് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് കുഞ്ഞുവാവ ഉണ്ടായിക്കഴിഞ്ഞാൽ ചന്തുമോളെ കൊണ്ട് കളയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ആരാ മോളെടുത്ത് പറഞ്ഞു തന്നെ, അല്ല അമ്മ കളയുമോ, കുഞ്ഞുവാവ വരുമ്പോൾ എന്നോട് ഇഷ്ടമൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ ചന്തുമോള് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറഞ്ഞു, കുഞ്ഞുവാവ വന്നാലും ഇല്ലെങ്കിലും എൻ്റെ മോളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ആരാ മോളെടുത്ത് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ ജലജയാണ് എന്നുള്ളത് കൊച്ച് അപ്പച്ചിയാണ് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തുമോളെ നയന ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നയന അവിടെ നിന്ന് നേരെ ചെന്നിട്ട് ജലജയ്ക്കിട്ട് നല്ല ഡോസ് കൊടുക്കണം. അപ്പച്ചിക്ക് വേറെ ഒരു പണിയില്ലേ, അപ്പച്ചി ഇതുപോലെ ഒരു ജീവിതത്തിൽ വന്നതല്ലേ, അപ്പച്ചി എന്തിനാ ഇങ്ങനെ ആക്കണത് എന്നൊക്കെ പറഞ്ഞ് കുറേ ആക്കണം. അപ്പം നമ്മുടെ നവ്യ ഇത് കേട്ടിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അതായത് നീ ഇപ്പോഴും നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്, നീ എന്തിനാണ് വല്ലവക്കും ഉണ്ടായ ഈ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? വല്ലവക്കും ഉണ്ടായതാണെങ്കിലും ഇല്ലെങ്കിലും ശരി, ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് ആദർശേട്ടൻ ചന്തുമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എൻ്റെ മരണം വരെയും ഞാൻ ആ കുട്ടിയെ അങ്ങനെ മാത്രമേ കാണുള്ളൂ. നീ ഇപ്പം ഇതൊക്കെ പറയും, ഇനി കാണാം എന്നൊക്കെ പറഞ്ഞ് ജലജയും നവ്യയും കൂടെ നമ്മുടെ നയനേനെ ഇളക്കാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് ഇനി എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം എന്ന് വെല്ലുവിളിച്ചിട്ട് നവ്യ അവിടെ നിന്ന് പോകണം. എന്നിട്ട് നവ്യ മുത്തശ്ശിയോടും ദേവയാനിയുടെ അടുത്തും പറയുന്നുണ്ട്, ചന്തുമോളെ കുറച്ചും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ് പിന്നെ കൊച്ചിൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധക്കുറവുണ്ട്, മോക്ക് ഈ പലഹാരങ്ങളൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്ത് മോളത് സന്തോഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പച്ചി ആവശ്യമില്ലാണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മേ, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം അപ്പച്ചീനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് നല്ല കീറ് അവൾ മേടിക്കുക, വലുതായെന്നൊന്നും നോക്കില്ല, ചൂരലിട്ട് നല്ല പെട മുത്തശ്ശൻ കൊടുക്കും. അപ്പോൾ ഇത് ജലജ കേൾക്കുന്നുണ്ട്. നയന ചെന്ന് ഇങ്ങനെ ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും ജലജ പറഞ്ഞ കാര്യങ്ങൾ, ചന്തുമോളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെന്ന് നയന പറയുന്നുണ്ടല്ലോ, അതെല്ലാം ഈ ജലജ കേട്ടു. എന്നിട്ട് പിന്നെ പോവാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഗുണ്ട, അതായത് നമ്മുടെ അനഘേനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ട അനഘ എങ്ങനെയാണ്, അനഘയുടെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ അറിയാനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അബി ഒരു ഗുണ്ടേനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളെങ്ങോണ്ടോ അവിടെ ഓമന എന്ന് പറഞ്ഞ ആ ചേച്ചി തുണി അനഘയെ നോക്കാൻ നിൽക്കുന്ന ചേച്ചി അലക്കാനൊക്കെ പോകുന്ന സമയത്ത് എങ്ങോട്ടോ ചെന്ന് നോക്കിയപ്പോൾ അനഘയുടെ കൈയും കാലൊക്കെ അനങ്ങി തുടങ്ങി, കുറച്ചൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ്
ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ വിവരം അപ്പം തന്നെ നമ്മുടെ അബിയോട് ആ ഗുണ്ട വന്ന് പറയുകയാണ്, സാറേ ഇങ്ങനെയാണ്, പിന്നെ നമുക്ക് അവിടെ ഒത്തിരി ചെന്ന് നിന്ന് കറങ്ങാൻ പറ്റൂല, ഈ മൂർത്തി സാറൊക്കെ ഏൽപ്പിച്ചേക്കണ ആ ഗുണ്ടകളും മറ്റുമൊക്കെ എപ്പോഴും അവിടെ ഇങ്ങനെ സെർച്ചിങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ അവളെ അങ്ങ് തീർത്ത് കളഞ്ഞെങ്കിൽ നല്ലതായിരുന്നു അനഘേനെ. അപ്പോൾ അബി പ്ലാൻ ചെയ്യണം. അപ്പോൾ ഗുണ്ടകൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അവൻ്റെ അകത്ത് കയറാനോ പരിസരത്ത് ചുറ്റി കടക്കാൻ പോലും പറ്റില്ല, പിന്നെ ഇതെങ്ങനെയോ ബൈ ചാൻസിൽ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെടുത്തതാണ്, ആ പെൺകുട്ടിക്ക് ഇങ്ങനെ അനക്കമൊക്കെ ഉണ്ട്, ചെറിയ മാറ്റമുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അബി പറഞ്ഞു എന്തായാലും സാരമില്ല. എന്നിട്ട് ആ ഗുണ്ട പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു രാവിലെ 10:30 ആകുമ്പോൾ ആ നോക്കാൻ നിൽക്കുന്ന സ്ത്രീ തുണി ഇടാനായിട്ട് മേളിലൊക്കെ പോവും, ആ സമയത്ത് സാറ് എത്തിപ്പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും കളി കളിക്കാമെന്ന്, അതായത് അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതി. അപ്പോൾ അബി പറയുന്നുണ്ട് എന്തായാലും ഞാൻ നോക്കട്ടെ, ഇന്ന് ആ സമയം അടുപ്പിച്ച് ഞാൻ ചെന്നിട്ട് നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു 10-10:30 സമയം അടുപ്പിച്ച് അബി അനഘ കഴിയുന്ന വീട്ടിലോട്ട് ചെല്ലാണ്. അപ്പോൾ അവിടെ ആരുമില്ല, മറ്റേ നോക്കാൻ നിൽക്കുന്ന സ്ത്രീ തുണി അയലിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആ സമയം അനഘയുടെ അടുത്ത് ചെന്നിട്ട് അബി പറയുന്നുണ്ട്, ഓ നിനക്ക് കുറച്ച് പ്രസരിപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ, നിൻ്റെ കൈകാലുകളൊക്കെ ചലിച്ചു തുടങ്ങിയെന്ന് ചോദിച്ച് അനഘയുടെ കൈയൊക്കെ ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ടപ്പോൾ അതിനൊന്നും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, എന്തായാലും നിൻ്റെ മുഖത്തിനൊക്കെ ഒരു രക്തയോട്ടമൊക്കെ വന്നിട്ടുണ്ട്, ആ ഒരു പ്രസരിപ്പ് നിൻ്റെ മുഖത്ത് കാണാനുണ്ട്, നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് എന്നും എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബജീവിതം തകരും, അവിടെ നീ അധികം നാൾ ജീവിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ് അനഘയുടെ. അനഘയ്ക്ക് സൗണ്ട് ഒച്ച തളർന്നിരിക്കുകയല്ലേ, സൗണ്ട് പ്രകടിപ്പിക്കാൻ പറ്റില്ല. ആ സമയം തന്നെ ആ നോക്കുന്ന ലേഡി ഹോം നേഴ്സ് ഓമന എന്ന് പറഞ്ഞ ചേച്ചി ഓടി വരികയാണ്. അപ്പോൾ അനഘ കിടന്ന് ചുമയ്ക്കുന്നുണ്ട്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളടുത്ത് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞു, നിങ്ങൾ മോളെ എന്താ ചെയ്തത്, മോളെ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവർ നെഞ്ചൊക്കെ തിരുമുന്നുണ്ട്. കാരണം ഈ നെക്കി പിടിച്ചപ്പോൾ ചുമ അങ്ങോട്ട് വന്നിട്ട് അനഘ കിടന്ന് ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ്. അപ്പോൾ അബി പറഞ്ഞു, ഞാൻ വന്നപ്പം തൊട്ട് അവൾ ചുമയ്ക്കുന്നുണ്ടല്ലോ, ഇതുവഴി പോയപ്പോൾ വിശേഷം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾ എന്തോ ചെയ്തു, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, കുഞ്ഞൊന്നും മെച്ചപ്പെട്ട് വന്നതായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാ അവളെന്താ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അബി അങ്ങ് പോകണം. അവരപ്പം തന്നെ എന്ത് ചെയ്തു, നവ്യേനെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെ അബി ഇവിടെ വന്നു എന്നും അനഘേനെ ഒന്ന് കൊല്ലാനായിട്ടോ എന്തോ ശ്രമം നടത്തിയിട്ടുണ്ട്, കാരണം ആ സമയം ഞാൻ മേളിൽ തുണി വിരിക്കാൻ പോയ സമയത്താണ് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ് വെച്ചിട്ട് നയന അബിയെയും വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കണം. അപ്പോഴേക്കും അബി എത്തിക്കഴിഞ്ഞത് അബി പറഞ്ഞു, അബിയുടെ നേരെ അബി നയനയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ അബിക്ക് മനസ്സിലായി അവരെങ്ങോട്ടോ വിളിച്ച് പറഞ്ഞ് നയന 2 ഡോസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും നിൽക്കണത്. എന്നിട്ട് നയന പറഞ്ഞു, നിന്നോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അനാമികയുടെ പരിസരത്ത് പോലും നീ പോകരുതെന്ന്, പിന്നെ നീ എന്തിനാണ് അവിടെ പോയത്, നീ പോയത് മാത്രമല്ല അനഘേനെ കൊല്ലാൻ കൂടെ നീ നോക്കിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അതുവഴി പോയപ്പോൾ അനഘയുടെ അടുത്ത് കയറി എന്നല്ലാണ്ട് ഏട്ടത്തിൽ വേറൊന്നും ഞാൻ ചെയ്തില്ല, നീ എന്നോട് നിൻ്റെ അഭിനയമൊന്നും വേണ്ട, മേലാൽ നീ അനഘയുടെ അടുത്ത് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അബിക്ക് എപ്പോഴാണെങ്കിലും ഈ അനഘ ജീവനോടെ ഇരിക്കുന്നത് അബിയുടെ ജീവിതത്തിൻ്റെ ദോഷം തന്നെയാണ്. അപ്പോൾ മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ട്, ആദർശ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അബീനെ വിലക്കിയിരിക്കുന്നതാണ്, അനഘയുടെ അടുത്ത് ഒരു കാരണവശാലും നീ പോകരുത്, കാര്യം എന്ന് വെച്ചാൽ നീ ചെന്ന് കഴിഞ്ഞാൽ അവളെ കൊല്ലും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നീ അവളോട് പെരുമാറുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുറേ പേടിപ്പിക്കുന്നുണ്ട് നയന, ഇനി മേലാൽ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നിൻ്റെ എല്ലാ ചരിത്രവും എൻ്റെ ചേച്ചി അറിയും, ഇത്രയും നാളും നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ പലരും പലതും സഹിച്ച് പല പേരുദോഷങ്ങളും സ്വയം ഏറ്റെടുത്ത് സഹിച്ച് ജീവിക്കണം, അതിൻ്റെ ഇടയിൽ നീ നിൻ്റെ വലിയ ഷോ കാണിച്ച് വന്നാലുണ്ടല്ലോ അബി, നീ അറിയും, നിൻ്റെ ജീവിതം പിന്നെ ഉണ്ടാവില്ല, എൻ്റെ ചേച്ചി അറിയിക്കേണ്ട കാര്യങ്ങൾ മുഴുക്കം ഞാൻ അറിയിക്കുമെന്നും പറഞ്ഞ് അബീനെ അങ്ങോട്ട് നയന നല്ല ഡോസ് കൊടുക്കണം. അപ്പോഴേക്കും നവ്യ ഇത് കണ്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ നവ്യ ചോദിച്ചു, എന്തിനാ നീ അബീനെ വഴക്ക് പറയണത്, ഒന്നുമില്ല ഞങ്ങൾ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് അബി കയറി പോവാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും നീയും ഇവിടെ കീരിയും പാമ്പുമായിരുന്നു, ആ സ്വഭാവമൊന്നും നീ എടുപ്പിക്കരുത്, എൻ്റെ അബീനെ നീ എന്തിനാണ് വഴക്ക് പറയുന്നത്, എന്തിനാ നിൻ്റെ ആദർശനുള്ളത്, നീ വലിയ അങ്ങോട്ട് പൊക്കി പിടിച്ച് നടക്കുന്നുണ്ടല്ലോ, എൻ്റെ അബീനെ അതിന് മാത്രം തരം താഴ്ന്ന പണിയൊന്നും അബി ചെയ്തിട്ടില്ല, അതുകൊണ്ട് മേലിൽ അബീനെ ഒച്ചെടുക്കാനൊന്നും നീ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യ നേരെ റൂമിൽ പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്തോ ഒരു പരിങ്ങലുമൊക്കെ, നിന്നെ എന്തിനാ നയന വഴക്കുറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ്, വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ സംസാരിച്ചില്ലേ എന്ന് പറയുന്നുണ്ട്. അല്ല, എന്തോ ഒരു ഭാവം മാറ്റമൊക്കെ നിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്, എന്താണെങ്കിലും അബി വേണ്ടാത്ത എന്തെങ്കിലും പണി നീ ഒപ്പിക്കാനാണെങ്കിൽ നീ നല്ല രീതിയിൽ നീ അറിയും, എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ നിന്നെ സംശയമുണ്ട്. എന്ത് സംശയമെന്ന് പറഞ്ഞ് അബി കിടന്ന് പറഞ്ഞൊക്കെ ഒപ്പിച്ച് നവ്യയുടെ മുമ്പിൽ രക്ഷപ്പെട്ടു. എന്തായാലും അങ്ങനെ
ഇനി വരാനിരിക്കുന്ന ഇന്നത്തെ ഒരു മെഗാ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി വരും ദിവസങ്ങളിലെ പ്രൊമോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.